ബുർജ് ഖലീഫ. ആദ്യമായി ബുർജ് ഖലീഫയുടെ പ്രത്യേകതകളും നിരവധി ലോക റെക്കോർഡുകൾ ലഭിക്കാൻ ഇടയായ മഹത്വങ്ങളും എന്തെല്ലാമെന്ന് ഒറ്റവാക്കിൽ മനസ്സിലാക്കാം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം, പുറം തൂണുകൾ കൊണ്ട് താങ്ങി നിർത്താത്ത ഉയരം കൂടിയത്, കൂടുതൽ ഉയരത്തിൽ പാർപ്പിടങ്ങളുള്ളത്, ഏറ്റവും ഉയരത്തിൽ നിന്ന് പുറം കാഴ്ചകൾ ആസ്വദിക്കാവുന്നത്, കൂടുതൽ ദൂരത്തിൽ സഞ്ചരിക്കുന്ന നീളം കൂടിയ എലിവേറ്റർ അഥവാ ലിഫ്റ്റുകൾ. എഞ്ചിനീയറിംഗ് അത്ഭുതത്തിൻ്റെ പേരിൽ ലോക റെക്കോർഡുകൾ അനവധിയുള്ളത്. മനുഷ്യനിർമ്മിതമായ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതി, ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേഷൻ ഡെക്ക്, ഏറ്റവും ഉയരം കൂടിയ അമ്പരച്ചുംബികളിൽ റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ ഉൾപ്പെടുന്ന ലോകത്തെ ആദ്യ കെട്ടിട സമുച്ചയം, സെക്കൻഡിൽ 10 മീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലിഫ്റ്റുകൾ, 500 മീറ്ററിലധികം ഉയരുന്ന ലിഫ്റ്റ്, ഗ്ലാഡിംഗ് അലൂമിനിയം, ഗ്ലാസ് പാനലുകൾ എന്നിവയാൽ ആവരണം ചെയ്യപ്പെട്ട പുറം ബോഡിയിൽ 500 മീറ്ററിലധികം ഉയരത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ഏറ്റവും ഉയരമേറിയ കെട്ടിടം, 76ാമത്തെ നിലയിൽ സ്വിമ്മിംഗ് പൂൾ ഉള്ള ഏക കെട്ടിടം, ആരെയും കണ്ണഞ്ചിപ്പിക്കുന്ന പുതുവത്സര വെടിക്കെട്ട് തുടങ്ങി ബുർജ് ഖലീഫയുടെ പേരിൽ നിലവിലുള്ള റെക്കോർഡുകൾ ഒട്ടനവധിയാണ്. അവകളെ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബൈയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ് ബുർജ് ഖലീഫ. ദുബൈ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മഖ്ദൂം ദുബൈയുടെ വികസനത്തിന് വേണ്ടി ദുബൈയെ ലോകമേപ്പിൽ അടയാളപ്പെടുത്താൻ ഡൗൺ ടൗൺ ദുബായ് എന്ന പേരിൽ ഒരു യജ്ഞം കൈക്കൊള്ളുകയും അതിനുവേണ്ടി ഒരു ബൃഹത്തായ ടൗൺഷിപ്പ് പ്ലാൻ നിർമ്മിക്കാൻ ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ആയ ജോൺ ഹാരിസിനെ ഏൽപ്പിച്ചതോടെയാണ് ഈ അമ്പരചുംബി മുളച്ചു പൊങ്ങിയതും ഗൾഫ് നാടുകളുടെ അഭിമാന പ്രതീകമായി ദുബൈ മാറിയതും. എന്നിരുന്നാലും ബുർജ് ഖലീഫയുടെ യഥാർത്ഥ ഉടമ UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കമ്പനി MR പ്രോപ്പർട്ടീസിൻ്റെ ചെയർമാനായ മുഹമ്മദ് അലബ്ബാർ ആണ്. ബുർജ് ഖലീഫ എന്ന സ്വപ്ന പദ്ധതിക്ക് ജീവൻ നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ച ദീർഘവീക്ഷണമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. നിർമ്മാണത്തിനിടെ 2007-2008 കാലഘട്ടത്തിൽ ദുബൈയിലുണ്ടായ വൻ സാമ്പത്തിക പ്രതിസന്ധി കാരണം അന്നത്തെ അബുദാബി ഭരണാധികാരി ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ആവശ്യമായ പണം നൽകി കമ്പനിയെ സഹായിച്ചതിനാൽ പണി പുനരാരംഭിച്ചു. ഈ മഹാസഹായമാണ് ഇതിന് ബുർജ് ദുബായ് എന്ന പേര് മാറി ബുർജ് ഖലീഫ എന്ന് പേര് വരാൻ കാരണമായത്. ബുർജ് എന്ന അറബി വാക്കിന് ടവർ അല്ലെങ്കിൽ ഗോപുരം എന്നാണ് അർത്ഥം. 2004 സെപ്റ്റംബർ 21 നിർമ്മാണം തുടങ്ങി 2010 ജനുവരി 4 ഉദ്ഘാടനം ചെയ്യപ്പെട്ട 163 നിലകളോട് കൂടിയ 1 കിലോമീറ്റർ ഉയരമുള്ള ഈ കെട്ടിടം ഇന്ന് വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യനിർമ്മിതികളിൽ ഏറ്റവും ഉയരം കൂടിയതാണ്. 95 കിലോമീറ്റർ ദൂരെ നിന്ന് വരെ കാണാൻ കഴിയുന്ന ഇതിന് ഏകദേശം $1.5 ബില്യൺ അഥവാ 12,000 കോടി ഇന്ത്യൻ രൂപ നിർമ്മാണ ചെലവ് വന്നു എന്ന് കണക്കാക്കുന്നു. ദുബൈയിലെ പ്രധാന ഹൈവേ ഷെയ്ഖ് സായിദ് റോഡിനടുത്തായി നിലകൊള്ളുന്ന ഈ കൂറ്റൻ എടുപ്പിൻ്റെ എഞ്ചിനീയറിങ്ങും ആർക്കിടെക്ചറും ചെയ്തിരിക്കുന്നത് ഷിക്കാഗോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കിഡ്മോർ, ഓവിങ്സ് ആൻഡ് മെറിൽ എന്നീ സ്ഥാപനങ്ങളാണ്. ലോകപ്രശസ്തരായ വില്യം എഫ് ബേക്കർ എന്ന ചീഫ് സ്ട്രക്ചറൽ എഞ്ചിനീയറും ആൻഡ്രിയൻ സ്മിത്ത് എന്ന ചീഫ് ആർക്കിടെക്ചറും ചേർന്നാണ് ഇതിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത്. ദക്ഷിണ കൊറിയൻ കമ്പനിയായ സാംസങ് സിയാൻടി ആണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രധാന കോൺട്രാക്ടർ. ലോകത്തിലെ മറ്റു 2 സുപ്രധാന അമ്പരചുംബികളായ തായ്വാനിലെ തായ്പേയ് 101 മലേഷ്യയിലെ ടിൻ ടവറുകളും നിർമ്മിച്ച പരിചയമാണ് സാംസങ്ങിനെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചത്. അവരോടൊപ്പം ബേസിക്, അറബ് ടെക് തുടങ്ങിയ UAE കമ്പനികളും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തുല്യ പങ്ക് വഹിച്ചിട്ടുണ്ട്.
ഹൈദർ കൺസൾട്ടിംഗ് കമ്പനി എഞ്ചിനീയറിംഗ് സൂപ്പർവൈസറായി നിയോഗിക്കപ്പെട്ട ഇതിൻ്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചിരുന്നത് ടർണർ എന്ന മറ്റൊരു കമ്പനിയായിരുന്നു. 12,000-ലധികം തൊഴിലാളികളുടെയും അത്ര തന്നെ എഞ്ചിനീയർമാരുടെയും ടെക്നീഷ്യന്മാരുടെയുമായി ആകെ 220 ലക്ഷം മണിക്കൂർ മനുഷ്യ അധ്വാനം ഈ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിൽ ചിലവഴിച്ചിട്ടുണ്ട്. 2004 ജനുവരിയിൽ ഫൗണ്ടേഷൻ ജോലികൾ ആരംഭിച്ച് 8 മാസത്തെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ഒടുവിൽ സെപ്റ്റംബർ മാസത്തിൽ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങി. റാഫ്റ്റ് ഫൗണ്ടേഷൻ അഥവാ മാറ്റ് ഫൗണ്ടേഷൻ രീതിയാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്നത് സാധാരണ കെട്ടിടങ്ങളിൽ നിന്ന് ഇതിനെ വേർതിരിക്കുന്നു. സൈറ്റിലെ മണ്ണ് 50-60 മീറ്റർ ആഴത്തിൽ എടുത്തുമാറ്റി ഉറപ്പുള്ള നിലത്തിൽ നിന്ന് താഴേക്ക് സിലിണ്ടർ ആകൃതിയിലുള്ള പൈലിംഗ് ചെയ്ത് അതിൽ കോൺക്രീറ്റും കമ്പിയും ചേർത്ത് തൂണുകൾ വാർക്കുന്ന രീതിയാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ സിസ്റ്റം. ഇത്തരത്തിലുള്ള 1.5 മീറ്റർ വ്യാസവും 48 മീറ്റർ നീളവുമുള്ള 192 തൂണുകൾക്ക് മുകളിൽ 4 മീറ്റർ കനമുള്ള കോൺക്രീറ്റ് റീഇൻഫോഴ്സ്ഡ് സ്ലാബും 1.5 മീറ്റർ വ്യാസമുള്ള കോൺക്രീറ്റ് ബെൽറ്റുമുണ്ട് ബുർജ് ഖലീഫയുടെ റാഫ്റ്റ് സിസ്റ്റത്തിന്. വളരെ കുറഞ്ഞ ജലാകരണ ശേഷിയുള്ളതും അതോടൊപ്പം അതീവ സാന്ദ്രതയുള്ളതുമായ പ്രത്യേകം വികസിപ്പിച്ചെടുത്ത 45,000 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫൗണ്ടേഷൻ്റെ മാത്രം ഭാരം 1,10,000 ടൺ ആണ്. 2006 മാർച്ച് മാസം ആയപ്പോഴേക്കും 50 നിലകൾ പിന്നിട്ട് 2007 ഫെബ്രുവരിയിൽ ലോകത്ത് നിലവിലുണ്ടായിരുന്ന അമേരിക്കയിലെ ചിക്കാഗോയിലെ സിയേഴ്സ് ടവർ എന്ന പേരിൽ അറിയപ്പെടുന്ന വില്ലിസ് ടവറിൻ്റെ ഉയരവും കവിഞ്ഞിരുന്നു ബുർജ് ഖലീഫ. 2007 സെപ്റ്റംബർ ആയപ്പോഴേക്കും 150 നിലകളും പൂർത്തീകരിച്ചു. 156 നില വരെ കോൺക്രീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ബാക്കി 4 നിലകളും 46 സർവീസ് ലെവലുകൾ ഉള്ള 4,000 ടണ്ണിലധികം ഭാരമുള്ള സ്റ്റീൽ സ്ട്രക്ചറാണ്. ഈ അമ്പരചുംബിയുടെ നിർമ്മാണത്തിനായി 3,30,000 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റും 55,000 ടൺ ഉരുക്കും ഉപയോഗിച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ കാണപ്പെടുന്ന 3 ഇതളുകളോട് കൂടിയ സ്പൈഡർ ലില്ലി എന്ന പൂവിൻ്റെ ആകൃതി അഥവാ ഇംഗ്ലീഷ് അക്ഷരമായ വൈയുടെ ആകൃതിയിൽ ആയതിനാലാണ് ഇത്രയധികം ഉയരത്തിലേക്ക് പോകുമ്പോഴും മരുഭൂമിയുടെ ശക്തമായ കാറ്റിനെ നേരിട്ട് ഇതിന് ആവശ്യമായ സ്റ്റെബിലിറ്റി നൽകിയത്. കെട്ടിടത്തിൻ്റെ മധ്യഭാഗം മുതൽ മുകളിലോട്ട് 6 വശങ്ങളോട് കൂടിയ ഒരു ഭീമൻ ഷഡ്ഭുജാകൃതിയിലുള്ള കുഴലും അതിനു ചുറ്റുമായി 4 അടുക്കുകളായി ഉയരുന്ന രീതിയിലാണ് കെട്ടിടത്തിൻ്റെ മറ്റു നിലകൾ. ഇതിനാലെല്ലാമാണ് ഇതിന് കാറ്റിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതും. മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ചില പ്രത്യേക ഉയരങ്ങളിൽ വച്ച് 4 അടുക്കുകളിൽ ഏറ്റവും പുറമേ ഉള്ളതിൻ്റെ ഉയരം വിപരീത ഘടികാര ദിശയിൽ തിരിയുന്ന ഒരു സ്പൈറൽ രീതിയിൽ കുറഞ്ഞു വരുന്നു. ഉയരത്തിൻ്റെ പകുതിക്കു താഴെ ഭാഗങ്ങളിൽ 3-4 ബെഡ്റൂമുകളോട് കൂടിയ റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ ഉൾപ്പെടുത്തുവാൻ ഈ ഡിസൈൻ മൂലമാണ് സാധിച്ചത്. ഏകദേശം 35 ലക്ഷം സ്ക്വയർ ഫീറ്റ് തറവിസ്തീർണമുള്ള ബുർജ് ഖലീഫയുടെ മധ്യഭാഗത്തെ 3 വശങ്ങളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഷീർവാൾ സംവിധാനത്തിൽ അഥവാ അണക്കെട്ടുകളെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ശക്തമായ കോൺക്രീറ്റ് ചുമരിനാൽ താങ്ങി നിർത്തുന്ന പ്രത്യേക എഞ്ചിനീയറിംഗ് രീതി ഇതിന് മാത്രമായി വികസിപ്പിച്ചെടുത്തിയാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. കെട്ടിടം മുകളിലേക്ക് ഉയർന്നു കൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴെ അതിൻ്റെ പുറംബോഡിയുടെ പണികൾ ആരംഭിച്ചിരുന്നു. ക്ലാഡിംഗ് അലൂമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഗ്ലാസ് എന്നിവയാൽ 24,348 ജനൽ കൊടുത്ത് നിർമ്മിച്ചിരിക്കുന്ന ഇതിൻ്റെ പുറംബോഡി ഒട്ടനവധി പ്രത്യേകതകളുള്ളതാണ്. ദുബായിലെ അത്യുഷ്ണത്തിൽ കേടുപാടുകൾ കൂടാതെ വർഷങ്ങളോളം പിടിച്ചു നിൽക്കുവാൻ ശേഷിയുള്ള പൗഡർ കോട്ടിങ്ങുകൾ ഈ ഫ്രെയിമുകളിൽ പതിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള 24,348 പാനലുകളാണ് കെട്ടിടത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെ പൊതിഞ്ഞിരിക്കുന്നത്. 6.4 മീറ്റർ ഉയരവും
1.2 മീറ്റർ വീതിയും 750 കിലോ ഭാരവുമുള്ള ഈ ഓരോ പാനലുകൾ എല്ലാം കൂടി നിരത്തി വെച്ചാൽ 14 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ മറയ്ക്കാൻ മാത്രം ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. അതിനു പുറമെ 2000-ഓളം ഗ്ലാസ് പാനലുകളും ഇതിലുണ്ട്. ഈ പുറം ബോഡിയിൽ സംവിധാനിച്ച അതിന്യൂതന LED സിസ്റ്റം ബുർജ് ഖലീഫക്ക് നിത്യേന വർണ്ണപുളകിതമായി തിളങ്ങാനും അതോടൊപ്പം വിശിഷ്ട ദിനങ്ങളിൽ അനുയോജ്യമായ വർണ്ണങ്ങളും സന്ദേശങ്ങളും അനുസരിച്ച് കാണികളെ കണ്ണഞ്ചിമ്പിക്കാനും വിവിധ പരസ്യങ്ങളും നെയിം ലേബലുകളും വിവിധ രാജ്യപതാകകളും പ്രദർശിപ്പിക്കാനും കഴിയുന്നത് കാണികളിൽ മാസ്മരികതയും ലോകശ്രദ്ധ പിടിച്ചു പറ്റിയതുമാണ്. കോവിഡ് കാലഘട്ടത്തിൽ ഒരിക്കൽ ഇന്ത്യയിൽ കോവിഡ് നന്നേ കുറഞ്ഞപ്പോഴും മറ്റു പല വിശിഷ്ട ദിനങ്ങളിലും ഇന്ത്യൻ പതാക മൂടി ബുർജ് ഖലീഫ പ്രകാശിച്ചത് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നതാണ്. ബുർജ് ഖലീഫയിൽ 3 മിനിറ്റ് പരസ്യം പ്രദർശിപ്പിക്കാൻ 68,000 അമേരിക്കൻ ഡോളർ അഥവാ ഏകദേശം 58 ലക്ഷം ഇന്ത്യൻ രൂപ വേണ്ടിവരും എന്നത് ഈ മഹാഗോപുരത്തിൻ്റെ വിലയും നിലവാരവും വിളിച്ചോതുന്നതാണ്. നിരവധി അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ അമ്പരച്ചുംബിയുടെ ബാക്കി വിവരങ്ങളും പല കൗതുകങ്ങളും 2ാം ഭാഗമായി മറ്റൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നു. അതും കൂടി കാണുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിടാം.